നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതായത് നല്ല സോഫ്റ്റ് റാഗി കൊണ്ടുള്ള ചപ്പാത്തിയും കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഗ്രീൻ പീസ് കറിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി 250 ml കപ്പിൽ 1/2 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഗ്രീൻ പീസ് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 3 ഗ്രാമ്പു, കുറച്ച് പട്ട, 2 ഏലക്ക ഇതും കൂടി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഹോൾ സ്പൈസസ് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ഇടത്തരം സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. അധികം സവാള ചേർക്കണ്ട, മാക്സിമം ഒരു സവാള ചേർത്താൽ മതിയാവും. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ആ സവാള ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കില്ല, പച്ചമുളകിൻ്റെ എരിവാണ് ഉള്ളത്. ഇനി ഇതിലോട്ട് പകുതി ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ അളവിൽ ഗ്രീൻ പീസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഡബിൾ ചേർക്കണേ. ടൊമാറ്റോ കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതേ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയും അത് ഇതിലോട്ട് ചേർത്തെടുക്കാം. ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു റെസിപ്പിയിൽ അധികം മസാലകളൊന്നും ചേർക്കില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഗ്രീൻ പീസിന് കുറച്ച് അധികം വേവ് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയില്ലേ, കൂടിയാലും കുഴപ്പമില്ല. 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചത്. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ലിഡ് അടച്ചിട്ട് ഒരു 3 മുതൽ 4 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എത്ര വിസിൽ വരുന്നതെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം ഓരോ കുക്കർ അനുസരിച്ചിരിക്കും. വേഗുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ടൊരു ബൗളിലോട്ട് 10 അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂ നട്ട്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കർ അടുത്തൊരു സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്രീൻ പീസ് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കില്ലേ, ആ സമയത്ത് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കാം. ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.25 കപ്പ് വെള്ളം നമുക്ക് ചൂടാകാനായിട്ട് വയ്ക്കാം. എത്രയാണോ റാഗിപ്പൊടി എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് വെള്ളം ചൂടാകാനായിട്ട് വെക്കേണ്ടത്. കൂടുതൽ റാഗിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ റാഗി ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലോട്ട് 1 കപ്പ് റാഗി പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഓഫാക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചാൽ മതിയാവും. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. സ്പാച്ചിലയോ അല്ലെങ്കിൽ തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ വെള്ളവും അതുപോലെ തന്നെ ഈ മാവും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന ഒരു മെത്തേഡാട്ടോ ചെയ്യുന്നത്. ഫ്ലെയിം തീരെ സിമ്മിൽ വെച്ചാൽ മതിയെ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളം എക്സ്ട്രാ ചേർത്തിട്ടില്ല. നേരത്തെ എടുത്ത ആ ഒരു 1.25 കപ്പ് വെള്ളത്തിലാണ് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഏതാണ്ടൊന്ന് മിക്സായി വന്നപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മാവ് കുറച്ചും കൂടി ഒന്ന് തണുക്കുകയും ചെയ്യും. അങ്ങനെ ഗ്രീൻ പീസ് ഏതാണ്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിൻ്റെ പ്രഷർ മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഗ്രീൻ പീസ് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, മസാലയിലൊക്കെ ചേർക്കുന്ന ജീരകം ഉണ്ടാവില്ല, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും തരിയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അങ്ങനെ അരപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കി നോക്കാം.
ഇപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് എനിക്കിപ്പോൾ 4 വിസിലായപ്പോഴത്തേക്ക് ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വിസിലനുസരിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ 5 വിസിലോ അല്ലെങ്കിൽ 6 വിസിലൊക്കെ വേണ്ടി വരും. ഇനി അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേര കൂട്ടും കൂടി ചേർത്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി കഴുകി കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണേ, കാരണം നാളികേരം ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി, ഇത് തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് തിള വരാനേ പാടുള്ളൂ. നാളികേര കൂട്ടി ചേർത്ത് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കുക, തിളയ്ക്കരുത്, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമക്കറിയാണ്. ഇനി ഗ്യാസ് ഓഫാക്കാം. കുറച്ച് കരിവേപ്പില, ഒരു ചെറിയ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇവ ചേർത്തതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമില്ല, ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലേവറൊക്കെ ഈ ഒരു കറിയിലോട്ട് ഇറങ്ങും. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ കുറുമക്കറി. എന്ത് എളുപ്പത്തിലല്ലേ തയ്യാറാക്കിയത്. മസാലകളൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെടും. ഇനി അടുത്തായിട്ട് നമുക്ക് റാഗി കൊണ്ടുള്ള റൊട്ടി തയ്യാറാക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന മാതിരി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടുന്ന മാതിരി ഒന്ന് ഉരുട്ടിയെടുക്കാം. ആവശ്യമുള്ള മാവ് എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് നിരത്തുന്ന മാതിരി ഒന്ന് നിരത്തിയെടുക്കാം. കുറച്ച് റാഗിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് നിരത്തുന്ന മാതിരി അത്ര ഈസി ആയിരിക്കില്ല റാഗി വെച്ചിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാനായിട്ട്. ഒരു റോളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കുക. ആദ്യം തന്നെ റാഗിപ്പൊടി ഡസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒത്തിരി വലുതാക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒന്ന് നിരത്തിയെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നിരത്തിയിട്ടുണ്ട്, അധികം ഫോഴ്സ് കൊടുക്കല്ലേ. ഇനി ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ അത് ഈ ഒരു നല്ലതായിട്ട് റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. കറക്റ്റ് റൗണ്ട് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ബാക്കി മാവ് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കട്ടിക്കാണ് നിരത്തിയെടുക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി വന്ന മാവ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മാവിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി സെയിം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്ക് മാവ് നിരത്തിയെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് റാഗി ചപ്പാത്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു തവ എടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടാകണം. ഈ ഒരു അളവിൽ, അതായത് 1 കപ്പ് റാഗി പൊടി കൊണ്ട് 8 ചപ്പാത്തി തയ്യാറാക്കാം. നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാൻ നിരത്തിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെക്കണേ. തവ നന്നായിട്ട് ചൂടാൻ ശേഷം മാവ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഓൾറെഡി മാവ് നല്ല കുക്ക്ഡാണ്, അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ കണ്ടോ, നോക്കൂ, ബബിൾസൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്, കാണുന്നുണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, നെയ്യ് കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റാഗി ചപ്പാത്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ കുറുമക്കറിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ലിഡ് ഓപ്പണാക്കി നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു കുറുമക്കറി വളരെ സ്പെഷ്യലാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് റാഗി ചപ്പാത്തിയാണ്. ഒരെണ്ണം എടുത്ത് കാണിച്ചിട്ട് നോക്കൂ, നല്ല സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഹെൽത്തിയാണ്. ഈ ഒരു ചപ്പാത്തി കുട്ടികൾക്കും കഴിക്കാം, വളരെ ടേസ്റ്റിയാണ്. കൂട്ടത്തിൽ നമ്മുടെ ഗ്രീൻ പീസ് കറിയും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നോക്കൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്